അൻവറിൻ്റെ ഓരോ തുറന്നു പറച്ചിലും ഓരോ ദിവസവും കേൾക്കുമ്പോൾ ഈ കേരളം ഭരിച്ചിരുന്നത് ആരാണ് എന്ന് തോന്നിപ്പോകുന്നു. പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സഖാക്കളായ സുഹൃത്തുക്കൾ ക്ഷമിക്കണം. കാരണം ഈ പറയുന്നതൊന്നും വ്യക്തിപരമായി നിങ്ങളെയോ നിങ്ങളുടെ പാർട്ടിയെയോ പറയുന്നതാണ് എന്ന് കരുതരുത്. സ്വാമി സന്ദീപാനന്ദയുടെ ആശ്രമം കത്തിച്ച സംഭവത്തിൽ, അദ്ദേഹത്തിൻ്റെ കാറൊക്കെ കത്തിച്ച സംഭവത്തിൽ മുഴുവൻ ആളുകളും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെയും ഇത് സ്വാമി തന്നെ ചെയ്തതാണ്, അമിത്ഷാ തിരുവനന്തപുരത്ത് വരുന്നത് കലക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞ് വ്യാപകമായി പ്രചരിപ്പിച്ചപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും പ്രതിയായി പിടിക്കാതെ തന്ത്രപരമായി മൗനം പാലിച്ചു കൊടുക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം പ്രതിയെന്തേ എന്ന് ചോദിച്ച് ഈ സന്ദീപാനന്ദ സ്വാമിയെ ഒക്കെ അപമാനിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്യുമ്പോഴും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവ് ആശ്രമം സന്ദർശിച്ചു പോയി എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം കാണാൻ വന്നു. കാരണം ഈ സ്വാമി സന്ദീപാനന്ദജി അദ്ദേഹം ഏതാണ്ട് ഒരു സ്വാമി എന്നുള്ള സംഗതിക്കപ്പുറത്ത് തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ആളും സംഘപരിവാറുമായി നിരന്തരം ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ആളുമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിലൊരു രാഷ്ട്രീയാഭിമുഖ്യം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പിന്തുണ പ്രകടിപ്പിക്കാൻ സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി വന്നിട്ട് പോലും അത് RSSകാരാണ് ചെയ്തത് എന്ന് പറയുന്ന സംഗതികൾ പൂഴ്ത്തിവെച്ച് ആഭ്യന്തരമന്ത്രി പോലും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഇന്ന് PV അൻവർ പത്രസമ്മേളനം നടത്തുകയും ഈ സ്വാമി സന്ദീപാനന്ദ അതിനെ പിന്തുണയ്ക്കുകയും താൻ അനുഭവിച്ച ദുഃഖങ്ങൾ പറയുകയും ഒക്കെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എന്തു വാഴക്കയായിരുന്നു ഈ വകുപ്പുകളിലൊക്കെ നടന്നത് എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോവുക. നമുക്കിപ്പോൾ ഒരു പാർട്ടിക്കും ആഭിമുഖ്യമില്ലാതെ ശരിയും തെറ്റും കുറ്റകൃത്യങ്ങളും അത് ആര് ചെയ്തെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതികളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനല്ലേ നിയമവ്യവസ്ഥ. അതിൽ ഒരു തരത്തിലും ഭരിക്കുന്ന പാർട്ടിയുടെ ആദർശങ്ങളോടോ സംഗതികളോടോ ഒരു സന്ധിയുമില്ലാത്ത ഒന്നുമല്ലാത്ത, കാരണം സാധാരണ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭരിക്കുന്ന പാർട്ടിയിലെ പ്രതികളെയാണ് രക്ഷപ്പെടുത്തുന്നത്. ഇതങ്ങനെ അല്ലാതെ RSS പ്രതികളെ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിലൂടെ തനിക്ക് ഇൻഷുറൻസ് തുക പോലും കിട്ടിയില്ല, അത്രേ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല, CDR ഒന്നും പരിശോധിച്ചില്ല, ബാക്കി കാര്യങ്ങളൊന്നും ചോദിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു സംവിധാനത്തെ ഈ പറയുന്ന രീതിയിൽ പിടിമുറുക്കി എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം ബോധ്യമായിട്ടും ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു 10 സഖാക്കളെ വിളിച്ച് ചോദിച്ചാൽ അവർ സ്റ്റേഷനുകളിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ഇപ്പോഴും അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് വരുമ്പോൾ ഏതാണ്ട് മലമറിഞ്ഞ് വീഴും എന്ന് പറയുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രമേൽ ഇതിനകത്തൊക്കെ ഇടപെടാൻ കഴിയും വിധം ഈ സംവിധാനത്തെ ദുർബലപ്പെടുത്തി കൊടുത്തോ, അതോ വിറ്റോ, അതോ കീഴ്പ്പെടുത്തി കൊടുത്തോ, പണയം വെച്ചോ? എന്താണ് സംഭവിച്ചതെന്ന് മലയാളികൾ അത്ഭുതം കൂറുകയാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ പറഞ്ഞതുപോലെ PV അൻവർ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോലും പുറത്തുവിടുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇത് അനുഭവിച്ച ഒരു കുറേ സേനാംഗങ്ങൾ അതിൻ്റെ ഉള്ളിലില്ലേ? ഇതെല്ലാം ചെയ്തത് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്ന് അൻവർ ആവർത്തിച്ച് പറയുമ്പോഴും പിന്നെയും പരാതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അങ്ങനെ ഈ പറയുന്ന അസത്യത്തെ, കള്ളത്തെ, തെറ്റായ വിവരത്തെ ആർക്കെങ്കിലും ആസൂത്രിതമായി ഒളിപ്പിച്ചു വെക്കാൻ കഴിയുമോ? അത് പുറത്തു വരില്ലേ? വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ സംഭവം. അദ്ദേഹത്തിൻ്റെ കാറ് കത്തിച്ചത് അദ്ദേഹം തന്നെയാണെന്ന് പരത്തി വലിയ വാർത്തയുണ്ടാക്കി ആക്ഷേപിച്ച് പ്രാധാന്യത്തിന് വേണ്ടി ചെയ്തതാണെന്ന് ആരും ശങ്കിച്ചു പോകുന്ന രീതിയിൽ പ്രചരണമൊക്കെ കൊടുത്തിട്ടും ആ പ്രതികളെ പോലീസ് രക്ഷിച്ചു, അല്ലെങ്കിൽ അത് പിടിക്കാൻ വൈകിപ്പിച്ചു, അല്ലെങ്കിൽ അതിൽ തന്ത്രപരമായി സംഗതി ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് കാര്യമാണുള്ളത്? കഷ്ടമാണ്, വല്ലാത്ത കഷ്ടം.